ADGPയെ തൊട്ടാൽ പൊള്ളും. അതാർക്കൊക്കെ പൊള്ളും എന്ന് എനിക്കറിയില്ല. അത് കേരളീയ സമൂഹം വിലയിരുത്തിക്കോട്ടെ, ആർക്കൊക്കെ പൊള്ളുകയാണ്. അത്രയെങ്കിലും പറയാൻ പറ്റും. പോത്തിനെ കൊണ്ട് വാഴ വെട്ടിക്കറി പണ്ടത്തെ ആൾക്കാർ. ആ വാഴ പിന്നെ ഒന്നിനും പറ്റില്ല. പോത്തെങ്ങനെ വാഴ വെട്ടുക? സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന വാഴത്തോട്ടത്തേക്ക് പോത്തിന് ഇറങ്ങിയ പോത്ത് കൊമ്പോണ്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് മറിക്കും. വാഴ പോവും, പക്ഷെ ആ വാഴ പിന്നെ ഒന്നിനും പറ്റില്ല. അതാണ് പോത്തിനെ കൊണ്ട് വാഴ വെട്ടിക്കാന്ന് പഴയ ആളുകൾ പറയുന്നത്. ആ പണി ഞാൻ എടുക്കണ്ട. വാഴ ഇങ്ങളൊന്ന് വെട്ടി നോക്കും. അതൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഒന്ന് ഭയപ്പെടുത്തണം, പേടിപ്പിക്കും. അവസാനത്തെ മാർഗങ്ങളാണ്. മുഖ്യമന്ത്രി ഒരു പരിശ്രമം നടത്തി. ഞാൻ ഈ കള്ളക്കേസിൽ ഈ കള്ളക്കച്ചവടത്തിന്റെ പിന്നിലാണെന്ന് പറഞ്ഞു. ഗവർണർ പരാതി എന്നിട്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതൊരു പേടിപ്പിക്കൽ. അത് കഴിഞ്ഞു. ഇനി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആഹ്വാനം ചെയ്യാണ് കൈകാര്യം ചെയ്തോളണമെന്ന്. പബ്ലിക്കായി കേട്ടതല്ലേ, അപ്പൊ സ്വാഭാവികമല്ലേ, അതുണ്ടാവുമല്ലോ. പക്ഷേ അവരുടെ ഹൃദയം ഞാൻ അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. ഈ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ലൈഫ് പദ്ധതിയുടെ വീട് തടസ്സപ്പെടുത്താൻ ഭൂമാഫിയകളുമായി കൂട്ടുചേർന്ന് പണം കൊടുക്കാതെ മണ്ണ് വാങ്ങാൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി. കാരണം ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യം എടുക്കാൻ പോലീസ് അനുവദിക്കില്ല. അപ്പൊ എന്താ, ആരെ സഹായിക്കുന്നത്? ആ വീട്ടിൽ തറയിടണമെങ്കിൽ ഈ നാട്ടിലെ മണ്ണ് കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങണം. ആ പ്രയാസപ്പെടുത്തിയ സാധുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇവിടെ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്ക് അത് പ്രവർത്തിക്കാൻ സഖാക്കൾക്ക് സാധിക്കുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ്. ഈ അനീതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ ഇടപെടുന്ന സഖാക്കൾക്ക് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഇതാണ് ഞാൻ ഉന്നയിച്ച വിഷയം. അത് ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഞങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആക്കാൻ പാർട്ടി ലീഡർഷിപ്പ് ശ്രമിച്ചാലും ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. അവരോടൊപ്പം ഞാൻ എന്നും നടക്കുന്നത്. എൻ്റെ വികാരം ഇപ്പോഴല്ല, അവർക്ക് മുമ്പറിയും. ഞാനൊരു സുപ്രഭാതത്തിൽ ഒന്നാണിത് പബ്ലിക്കായിട്ട് പറഞ്ഞേ ഉള്ളൂ. സ്വകാര്യ യോഗങ്ങളിൽ, പാർട്ടി യോഗങ്ങളിൽ അനവധി തവണ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള അവരുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ആ നിസ്സഹായരായ പാർട്ടിക്കാരും ആ നിസ്സഹായരായ പാർട്ടി ലീഡർഷിപ്പാണ് ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത്. അപ്പം അത് അങ്ങനെ ആ വഴിക്ക് പോയിക്കോട്ടെ. ഇതൊക്കെ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരും. ആ തിരിഞ്ഞു വരുമ്പോൾ അതൊക്കെ എന്താ യാഥാർത്ഥ്യമാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് ആദ്യമോ ഒരു പരാതിയോ ഒന്നുമില്ല. അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും എനിക്കറിയാം, അവരുടെ മനസ്സിൽ എനിക്കറിയാം. മിനിയാന്ന് വരെ ഞാൻ എടുത്ത ഈ നിലപാടിനോടൊപ്പം നിന്നവരാ. 100%അല്ല, 1000%. നിങ്ങളെങ്കിലും ഉണ്ടായല്ലോ അനുറാക്ക, നിങ്ങളെങ്കിലും ഉണ്ടായാലും സഖാവേ എന്ന് പറഞ്ഞവരാണ്. അപ്പം അവരൊരു നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യുന്നത്രേ ഉള്ളൂ. വി രാഘവൻ അന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് വെടിവെച്ച് 3-4 സഖാക്കൾ മരണപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു സാധാരണ സഖാവിന് നമുക്ക് എന്ത് പ്രൊട്ടക്ഷനൊന്നുമില്ലല്ലോ. നമ്മളിവിടെ ഈ സഖാക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് അവർ തയ്യാറാകാത്തതിന് ചിലപ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. അല്ല, രാജി എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ വരാൻ കഴിയില്ല. കണ്ണുരുട്ടി പേടിപ്പിക്കും, റേഷൻ കാർഡ് വെട്ടും. ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ വീടിൽ ലിസ്റ്റിലാണ് ഒരുവിധ ആളുകൾ. നിങ്ങളുടെ വീട് പോകും. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട സഖാവുണ്ടാവും. തനിക്ക് ഓർമ്മ ഉണ്ടായിക്കോ എന്ന് പറയും. അങ്ങനെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒരു കക്കൂസ് കുഴി കുത്താൻ പഞ്ചായത്തിന്റെ സഹായം തേടി നിൽക്കുന്ന പാവപ്പെട്ട സഖാക്കളാണ് ഈ പാർട്ടിയിലുള്ളത്. ആ സർക്കാരിന്റെ സഹായം കിട്ടിയിട്ട് വേണം ആ കക്കൂസിന്റെ കുഴി അവർക്ക് കുത്താൻ. വേറൊരു മാർഗമില്ല. അവരെങ്ങനെ ഇറങ്ങി വരും? അല്ല, ഞാൻ പറയട്ടെ, അവരെങ്ങനെ ഇറങ്ങി വരും? എനിക്കതറിയാം. ഞാൻ ഒരാളെയും അതിന് വിളിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുമെന്ന് ഞാൻ പറയുന്നത്. അതവർക്ക് കേൾക്കാലോ. അപ്പം അതിന്റെ ഒരു എഫക്റ്റ് നമുക്കത് നോക്കാം. അല്ലാതെ സഖാക്കൾ നന്നായിട്ട് പൊളിഞ്ഞു കെട്ടി വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ബാരിക്കേഡുകളില്ലാത്ത കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇനി ബാരിക്കേഡ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കാൻ ശേഷിയുള്ള മനസ്സുള്ളവരുണ്ട്, പൊതുസമൂഹമുണ്ട്. അവരൊക്കെ വരുമായിരിക്കും. അല്ല, ഇപ്പൊ നമ്മൾ ചോദിച്ചില്ല, ഇതുവരെ ഈ പറയുന്ന 7.25 കൊല്ലവും അല്ലെങ്കിൽ ഒരു 7 കൊല്ലവും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ആദ്യത്തെ 5 കൊല്ലം സ്മൂത്തായിട്ടാണ് പോയത്.
യാതൊരു തർക്കമില്ല. എനിക്ക് നിലമ്പൂർ ചില കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോൾ അഡ്വാൻസായി പറയുന്നില്ല. അപ്പോൾ അതിനുശേഷമുള്ള ഈ 3 കാലങ്ങൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, എന്താണ് EN മോഹൻദാസ്, അദ്ദേഹം 2 ദിവസമായിട്ട് സ്റ്റേറ്റ്, ഞാൻ ഇന്നലെ രാത്രിയാണ് കാണുന്നത്. സത്യം ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പം എന്നെ ഒരു സഖാവ് വിളിച്ചിട്ട്, സഖാവെ നിങ്ങളത് കേൾക്കണം എന്നാണ് അയച്ചെന്നാ. അപ്പോൾ അത് നാളെ ഞാനൊന്ന് വിശദീകരിക്കുന്നുണ്ട്. നാളെ EN മോഹൻദാസ് എന്താണെന്നുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കൾക്ക് അറിയില്ലല്ലോ. നമ്മളൊന്നും ഒരാളുടെയും വ്യക്തിഹത്യ നടത്താനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്കെതിരെ പാർട്ടി സഖാക്കൾ വിഷമം പറയുമ്പോൾ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്ത് വിടില്ല. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന മോഹൻദാസ് ഇത്ര തരം തോന്നുവാനാണ് എന്ന് എനിക്ക് ആദ്യം അറിയാം. അദ്ദേഹത്തിന് വേറൊരു ആംഗിളാണ്. പക്ഷെ അദ്ദേഹം എത്രത്തോളം തരം താഴാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് പറ്റുമോ എന്നുള്ളത് ഇന്നലെ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് സഖാക്കളോട് സംസാരിക്കാനുള്ളത്. വിത്ത് എവിഡൻസ് ഇല്ല ഒന്നും പറഞ്ഞില്ലല്ലോ. സഖാക്കളുടെ മുന്നിൽ അത് അവതരിപ്പിക്കും, ഞാൻ പ്രസംഗിക്കും, ചില സംഗതികൾ സ്ക്രീനിലുണ്ടാവും, കാണിക്കേണ്ടതുണ്ട്. അത് എന്നെ കള്ളനാക്കിയിട്ടുള്ള, എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിന്റെ വാസ്തവമാണ്. അല്ലാതെ പാർട്ടിക്കെതിരായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും പശ്ചിമ ബംഗാളിന്റെ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി പോകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അപ്പം അതിന്റെ അടിത്തറക്ക് മാന്തുന്ന ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരിക്കലും പോകില്ല. കാരണം ഈ കെട്ടകാലത്തിൽ നിന്ന് നല്ലൊരു നേതൃത്വത്തിലേക്ക് ഒരു പക്ഷേ ഇത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഫാസിസത്തെയും മുതലാളിത്തത്തെയും ഒക്കെ ചെറുക്കാൻ ഒരു സോഷ്യലിസ്റ്റ് ആശയക്കാരി നാട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകില്ല. എനിക്കെതിരെ ഉയർത്തുവിടുന്ന സംഗതികൾ ഞാനല്ലാതെ ഡിഫെൻഡ് ചെയ്യാനില്ല. ആ കാര്യങ്ങളായിരിക്കും, അത്രേ ഉള്ളൂ. ഒരു പ്രയാസമില്ല. എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? ഇതൊക്കെ പ്രപഞ്ച സത്യം പോലെ അവിടെ അറിയുന്നതല്ലേ. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ LDF എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്? ഞാൻ വരുമ്പോൾ CPIക്ക് 2ഉം CPM-ന് 3, 5 സീറ്റാണുള്ളത്. 33-ല് 28 സീറ്റാണ് നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് ആ 3-ലേക്ക് UDF പോയി. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും, ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂര്. അതെങ്ങനെയായിരുന്നു എനിക്കറിയില്ലോ. ആ മുനിസിപ്പാലിറ്റിയിലെ 9,000-ഓളം വീട് ഞാൻ ഒറ്റക്ക് കയറിയവനാ. കാരണം ആ മുനിസിപ്പാലിറ്റി മറിയൽ അന്ന് വേറൊരു ആവശ്യമായിരുന്നു. ഞാൻ അത്ര റിസ്ക് എടുത്തത്. ജില്ലാ ആശുപത്രിക്ക് വികസനത്തിന് സ്ഥലമില്ല, അതിനാവശ്യമായ സ്ഥലം അവിടെ സ്കൂളിലാണ്, തൊട്ടടുത്ത് ചാരി സ്കൂളാണ് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് ഒരു 1 ഏക്കർ ലാൻഡ് സ്കൂളിൽ ഹോസ്പിറ്റലിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പാലിറ്റി ബോർഡ് മീറ്റിംഗ് തീരുമാനം എടുക്കണം. അപ്പോൾ ഞാൻ ആര്യാടനുമായിട്ടുള്ള ഫൈറ്റിന്റെ ഭാഗമായി ഷൗക്കത്ത് ഒരു നിലക്കൊന്നും സമ്മതിക്കില്ല. അപ്പൊ മുനിസിപ്പാലിറ്റി മാറിയെങ്കിലേ ആശുപത്രി വികസിക്കുള്ളൂ. മുനിസിപ്പാലിറ്റി മാറി LDF-ന് അനുകൂലമായ ഒരു ഭരണസമിതി വന്നെങ്കിൽ സ്കൂളിന്റെ സ്ഥലം വിട്ടുതരാനുള്ള ശുപാർശ മുനിസിപ്പാലിറ്റി തരുള്ളൂ. അത് വലിയൊരു വൈകാരികമായ പ്രശ്നമാണ്. അതോടൊപ്പം MLA എന്ന നിലക്ക് എന്നെ മൂവ് ചെയ്യിക്കാൻ പറ്റാത്ത രീതിയിൽ ഷൗക്കത്തും ടീമും അവിടെ അന്നത്തെ പറയുന്ന അത് അവരുടെ രാഷ്ട്രീയം, ഞാൻ കുറ്റം പറയില്ല. സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പ്രതിരോധം തീർക്കും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ജനങ്ങളോട് സംസാരിച്ചത്. അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി അടിയോടെ മറിഞ്ഞിട്ട് നേരെ തിരിച്ച് 28 സീറ്റോട് കൂടിയിട്ടോ 29 സീറ്റോട് കൂടിയിട്ടോ LDF അധികാരത്തിൽ വരുന്നത്. അത് ജനങ്ങൾ തന്ന അംഗീകാരമാണ്. ഈ അധ്വാനത്തിന്റെ ഫല അത് പാർട്ടി പ്രവർത്തകർ അധ്വാനിച്ചിട്ട് തന്നെയാണ്. എന്റെ കൂടെ നടക്കുന്നവരല്ലേ. ഞാനത് നേതൃത്വം നൽകി, അത്രയും.